ഷോൺ ജോർജ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് പരാതി കൈമാറിയത് ഈ കേസിലെ ഷോണിന്റെ ഇടപെടൽ മൂലമാണ്. ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ഷോൺ ജോർജ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് അപമാനം വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞിരുന്നു. പ്രതിരോധം അവസാനിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അതെന്തോ മുൻകൂട്ടി കണ്ട് പറഞ്ഞതായിരുന്നോ? ഒരിക്കലുമല്ല. ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയത്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ ഇ ഡിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി. സ്വാഭാവികമായിട്ട് ഇ ഡിയിലെ അന്വേഷണം മുമ്പോട്ട് പോകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഇ ഡി അന്വേഷണത്തിന്റെ സ്കോപ്പ് എത്രമാത്രമാണ്? നമുക്കറിയാം ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുക ഈ രണ്ട് വിഷയങ്ങളിലാണ്. ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ ആണ്. അപ്പോൾ PMLA അനുസരിച്ച് ഈ കേസ് പരിശോധിക്കുകയാണെങ്കിൽ വീണ വിജയൻ എക്സാലോജിക്കിന്റെ MD അവർ 3 ലക്ഷവും 5 ലക്ഷവും വെച്ച് പ്രതിമാസം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മുമ്പേ ഉള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലും അക്കൗണ്ടിൽ വാങ്ങിച്ച പണവുമാണ്. ആ പണത്തിന് ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ PMLA എങ്ങനെയാണ് ഈ കേസിൽ ബാധകമാവുക? പണം മോഷ്ടിച്ച പണത്തിന് ടാക്സ് അടച്ചു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കള്ളനെ വെറുതെ വിടാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് യാതൊരു തരത്തിലും സേവനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി CMRL നൽകിയിട്ടില്ല എന്നുള്ളത് CMRL ഉദ്യോഗസ്ഥരുടെ 8-9 ആളുകളുടെ മൊഴിയുണ്ട്. വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയുടെ 3 ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ വീണ ആ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് പകല് പോലെ വ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി ആൾക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന്. പക്ഷേ SFI എൻക്വയറി നടന്നപ്പോൾ ആ കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി 200 കോടി രൂപയിലധികം CMRL നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി തിരിമറി നടന്നിട്ടുണ്ട്. CMRL എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും എക്സാലോജിക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, പോട്ടെ, അവർ തമ്മിൽ തീരുമാനിച്ചാൽ മതി. പക്ഷേ CMRL എന്ന് പറയുന്ന കമ്പനിയുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരിൽ ഒരാളാണ് ഞാനും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന്, എനിക്ക് 2 ഷെയറുള്ളൂ കേട്ടോ, 250 രൂപയുടെ 2 ഷെയറുള്ളൂ എനിക്ക്. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡർമാർക്ക് അർഹതയുള്ള പണമാണ് ഇവർ അതിൽ നിന്ന് കടത്തിയിട്ടുള്ളത്. ആ കടത്തിയതിൽ ഒരാൾ മുഖ്യമന്ത്രി വീണ വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വീണയാണ്. ആ SFIR റിപ്പോർട്ടിൽ PMLA ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ട മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് SFIR റിപ്പോർട്ടിൽ കൃത്യമായി SFIR കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് ഈ കേസ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും അതിൻ്റെ നിയമവശം വരട്ടെ. ഒപ്പം ഷോൺ, ഈ റെയ്ഡ് നടത്തിയപ്പോൾ, അതായത് CMRL റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയ രേഖകളിൽ മറ്റു ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ചില ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരുന്നു. ആ ചുരുക്കെഴുത്തുകളുടെ പൂർണ്ണരൂപവും വന്നിട്ടുണ്ട്. KK, PV, RC ഇങ്ങനെയൊക്കെ പറഞ്ഞ്, OC എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് എന്തായാലും കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണമാണല്ലോ. ആ അന്വേഷണം വീണ വിജയന്റെ ഈ കരാർ അനുസരിച്ച് ലഭിച്ച പണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതോ ഈ ചുരുക്കെഴുത്തുകളിലേക്ക് കൂടി നീളുമോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SFI എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ ഇപ്പം നടക്കുന്ന നിയമമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ മുഖ്യമന്ത്രി വരെ നോക്കി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ CMR കമ്പനിയിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൻ്റെ തീരദേശത്തെ ധാതുമണൽ ഖനനം ചെയ്യാൻ വേണ്ടി CMRൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ ഇത് മാത്രം പോരാ, CBI എൻക്വയറിയും ഇതിന് ശേഷം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ കേസ് പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ കഴിയൂ. ഇ ഡിയുടെ എൻക്വയറിയിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്താ, അവിടെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ നേരത്തെ മുതൽ പറയുന്നൊരു കാര്യമാണ്, വീണ വിജയൻ്റെ പേരിലുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലേക്ക് കോടാനുകോടി ഒഴുകിയെത്തിയിട്ടുണ്ട് 2016 മുതൽ 19 വരെയുള്ള കാലഘട്ടം. ഇതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാകണം. ആ പണം എങ്ങോട്ട് പോയി, അത് എവിടുന്ന് വന്നു, ഇതെല്ലാം നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഈ ഇ ഡിയുടെ എൻക്വയറിയിൽ അതെല്ലാം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം.
ഇക്കാര്യത്തിൽ ഷോൺ 2023 മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിൽ ഈ വിഷയമുണ്ട്. 2023 ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശം ഉണ്ടാവുകയും ചെയ്യാത്ത സേവനത്തിനാണ് CMRL വീണ വിജയൻ ഇത്രയും പണം കൊടുത്തത് എന്ന് അതിൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ പിണറായി വിജയന്റെ വീട്ടിൽ പോവുകയോ ഇന്നലേക്കുള്ള ഒരു റെയ്ഡോ അങ്ങനെയുള്ള പരിശോധനയോ നടത്തുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ റെയ്ഡ് നടത്തുന്നതിന്റെ, ഇപ്പോൾ ഈ പരിശോധിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ECIR ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റേർഡ് ആയിരിക്കണം. നാളിതുവരെയായും SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമാണ് വീണ വിജയനെതിരെ ഒരു ECIR ഉണ്ടായത്. ആ ECIRന്റെ അടിസ്ഥാനത്തിൽ ED നടത്തിയ നോട്ടീസാണ് അവർ പിന്നീട് ഹൈക്കോടതിയിൽ അത് തടസ്സപ്പെടുത്തുകയും ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ മേലാത്ത സാഹചര്യത്തിൽ സ്റ്റേ മേടിക്കുകയും ചെയ്തത്. അതാണ് ഇന്നലെ ഹൈക്കോടതി അഴിച്ചുവിട്ടത്. അല്ലെങ്കിൽ ഹൈക്കോടതി ഇത് തടസ്സപ്പെടുത്തണമെന്നുള്ള ഹർജി തള്ളിയതോടുകൂടി നിലവിൽ നിയമപരമായി EDക്ക് കേസെടുക്കുന്നതിനും അന്വേഷണം നടത്തുന്നതിനും തടസ്സമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടായിരിക്കാം ആ നടപടി ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ശരി, വളരെ നന്ദി ഷോൺ സംസാരിച്ചതിന്. ഈ SFIO അന്വേഷണത്തിന് കാരണക്കാരനായ പരാതിക്കാരൻ അല്ലെങ്കിൽ SFIO അന്വേഷണത്തിലേക്ക് നീണ്ടത് ഷോണിന്റെ നിയമപരമായ ഇടപെടൽ കൊണ്ടാണ്.